ട്രേഡേഴ്സ് എല്ലാവർക്കും ഫ്യൂച്ചർ ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ധന്നിന്റെ നിഫ്റ്റി ട്രേഡിംഗ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ധൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ പുതുതായിട്ട് വന്നിട്ടുള്ള ടെക്സ്റ്റ് ട്രേഡിംഗ് ടെർമിനലിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ്. ഞാൻ ഒരു ഏകദേശം 6 വർഷത്തോളമായി നിഫ്റ്റി ഫ്യൂച്ചേഴ്സും അല്ലെങ്കിൽ ഓപ്ഷൻസും മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചത്. ഓർഡർ ഫ്ലോ നിലവിൽ സീറോ കോസ്റ്റിന് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചറിയായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു അക്കൗണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നു ധന്നിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ധൻ ഒത്തിരി ഫീച്ചേഴ്സ് അതിനകത്ത് ആഡ് ചെയ്തായിട്ട് കാണാൻ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ അതിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ഫ്ലോ ഒക്കെ എടുക്കുന്നതിന് ഏകദേശം 1600 നമുക്ക് ഗോചാട്ടൊക്കെ വഴി എടുക്കുമ്പോൾ എക്സ്പെൻസ് ഉള്ള സംഭവമാണ് ഇപ്പോൾ ധൻ ഫ്രീ ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്നത്. നമുക്കത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ലോഗിൻ കൊടുക്കുന്നത്. അതേപോലെ നമുക്ക് മൊബൈലിൽ ഇതിൽ ലോഗിൻ ഡെസ്ക്ടോപ്പ് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സ്കാൻ ചെയ്യുക. ആ സ്കാൻ ചെയ്ത് നമുക്ക് നമ്മുടെ ID പാസ്വേഡ് അടിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ ഇതേപോലെ ഒരു ഇതായിരിക്കും വരിക. നമുക്കത് ടു ട്രേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് തുടക്കത്തിൽ വരിക ഇത്തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും നമുക്ക് വരിക. അതേപോലെ തന്നെ ഞാനിങ്ങനെ വണ്ടറടിച്ചു പോയി. കുറേ കാര്യങ്ങൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ നോക്കിയിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇവിടെ കിട്ടുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മണി കൺട്രോളിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. അതേപോലെ ബസറിൽ സ്റ്റോക്സ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ച് ചെയ്ത് മാറി ഇങ്ങനെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതെല്ലാം കാര്യങ്ങളും ഒരു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ഏരിയയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരും. അതേപോലെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാൻ ഓൾറെഡി നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മൂവേഴ്സ് കൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഏതാണ് ഇതൊക്കെ നോക്കാനായിട്ട് നമ്മൾ ബെസ്റ്റ് 10 ഒക്കെ നോക്കാണ്ട് വേറെ സൈറ്റുകളായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഞാനൊക്കെ ഏറ്റവും കൂടുതലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റ്സിൽ ഏതെല്ലാം ഇൻഡിക്കേറ്റ്സ് നമുക്ക് ബാങ്ക് നിഫ്റ്റി എത്ര പെർസെൻറ്റേജ് എല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ട്രെൻഡിങ് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ളത്. അതേപോലെ തന്നെ പ്രൈസ് ലാഡർ അഥവാ നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നിഫ്റ്റി 50 ആണ് കിടക്കുന്നത്. നിഫ്റ്റി 50 എന്നുള്ള ഓപ്ഷൻ നമ്മൾ മാറ്റണം. കാരണം അത് ഇൻഡെക്സ് ആണ്. അത് മാറ്റി നമുക്ക് ഫ്യൂച്ചേഴ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് കൊണ്ടുവരാം. നിഫ്റ്റി ഫ്യൂച്ചേഴ്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഇവിടെ ലാഡർ നമുക്ക് കാണാൻ പറ്റും. ഡോം ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ഡെപ്ത് കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. എവിടെയാണോ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത്, എത്ര ലോഡ്സ് ഓർഡേഴ്സ് വരുന്നുണ്ട്, ഇപ്പോൾ കറന്റ് പ്രൈസ് നടക്കുന്ന പ്രൈസ് നിഫ്റ്റി ഇൻഡെക്സ് ഒക്കെ എടുക്കുന്നത്. നമുക്കത് ഫ്യൂച്ചേഴ്സിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. 23,980 അവിടെ ട്രേഡിംഗ് നടക്കുക. അപ്പൊ തൊട്ട് താഴെ തന്നെ എത്രയോ ഓർഡറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ ബെസ്റ്റ് 5 ആണ് ജെറോദയിൽ മറ്റ് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഡെപ്ത് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന രീതിയിൽ ഇവർ ഇന്റർഫേസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൈസ് ലാഡറും ഒക്കെ ടെക്നിക്കൽസും കൊണ്ട് ഒരു ഓപ്ഷൻ ഞാൻ അവിടെ കണ്ടു. നമുക്ക് നിഫ്റ്റി നമ്മുടെ എത്രയാണ് ബെയറിഷ് ആണോ, 5 SMA, 10 SMA, 20 SMA, 200 SMA ഒക്കെ വരെ ഇതെല്ലാം നമുക്ക് ഒരു ക്ലിക്ക് കിട്ടണം. അപ്പൊ ആദ്യം ഇതൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ അത്രത്തോളം അതിന് വേണ്ടിയിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊക്കെ എടുത്ത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ചെയിൻ നമുക്ക് മനസ്സിലാക്കണം. ഇത് നമുക്ക് നിഫ്റ്റിയിൽ NSE സൈറ്റിൽ നിന്നൊക്കെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതേപോലെ ഓപ്ഷൻ ചെയിൻ, സ്റ്റാഡിൽ ചെയിൻ, ലൈവ് സ്കാനർ ആണ് നമുക്ക് ഒരു എടുക്കേണ്ട. ലൈവ് സ്കാനർ കൂടി നോക്കാം. ലൈവ് സ്കാനർ ആകുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ F&O സ്റ്റോക്സിൽ സ്കാനിങ് ഫോർ ഇവന്റ്സ്, ഏതൊക്കെ ഇവന്റ്സിലാണ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നിഫ്റ്റി 50 ആണ് നമുക്ക് ഓപ്ഷൻ ചെയിനിൽ അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് നിലവിൽ ഉള്ളത്. അതേപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്. സെക്കൻഡ് നമുക്ക് ഇങ്ങനെ ഇത് കുറച്ച് വലിച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളിപ്പോൾ എടുത്ത കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വിഷ്വൽ ചെയ്ത് കാണാൻ പറ്റും. ഓൺ ഹൈ അപ്പോൾ ലൈവ് സ്കാനറിൽ തന്നെ ഏതെല്ലാമാണ് നമുക്ക് ഓപ്പൺ ഡേ ലോ, ഓപ്പൺ ഡേ ഹൈ, ഇതെല്ലാം ഇന്റർനെറ്റ് ട്രേഡിങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന കുറച്ച് സ്ട്രാറ്റജീസ് ആയിരുന്നു. ഡേ ഹൈക്കാണ് ഓപ്പൺ ആയത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും അല്ലെങ്കിൽ ഓപ്പൺ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈ പ്രൈസിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ ഇവർ ഉൾപ്പെടുത്തിയേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓപ്ഷൻ ചെയിൻ നമ്മൾ എടുത്തു, ലൈവ് സ്കാൻ എടുത്തു, കാൻഡിൽസ്റ്റിക് പാറ്റേൺ എടുത്തു. ഇനി വിവാപ്പിന്റെ മാത്രം എനിക്കത് കുറച്ചൊരു ഇത് തോന്നുള്ളൂ. വിവാപ്പ് നമുക്ക് അവര് ഉൾപ്പെടുത്തിയേക്കുന്നത് ചാർട്ടിലുള്ള ഒരു ഇതായിട്ടല്ല, ബാൻഡ് ആയിട്ടല്ല ഉൾപ്പെടുത്തിയേക്കുന്നത്. നമുക്കിവിടെ പ്രൈസ് ആയിട്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പൊ അതൊരു നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. സാധാരണ നമുക്ക് ഈ ചാർട്ടിനൊപ്പം തന്നെ ഇവിടെ ചിലപ്പോൾ വേറെ ഓപ്ഷൻ ഉണ്ടാവേണ്ടതാണ്. ചാർട്ടിനൊപ്പം തന്നെ ആയിരുന്നെങ്കിൽ നമുക്ക് വിവാപ്പ് ഒക്കെ നോക്കാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു. അതേപോലെ തന്നെ പ്രൈസിലുള്ള കാൻഡിൽസ്റ്റിക് പാറ്റേൺ, വിവാപ്പ് ഇൻഡിക്കേറ്റർ, കോർപ്പറേറ്റ് ആക്ഷൻസ്, ഓരോ ഇതിന്റെയും ക്വാർട്ടർലി റിസൾട്ട് വരുന്ന കാര്യങ്ങൾ, HEM, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നതായിട്ട് കണ്ടു. അതേപോലെ തന്നെ ഫണ്ടമെന്റൽസ് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. കമ്പനി ഡാറ്റ ഇസ് നോട്ട് അവൈലബിൾ നിഫ്റ്റിയുടെ ആയതുകൊണ്ടാണ് നമുക്ക് അതിന് പകരം ഏതെങ്കിലും കമ്പനി കൊടുത്ത റിലയൻസ്
നമ്മൾ ട്രേഡിംഗ് വ്യൂയിലേക്കൊക്കെ പോയി നോക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇവിടേക്ക് ഒറ്റ ഇതിൽ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയിപ്പോ പറയുന്ന കുറച്ച് കാര്യം മറ്റു സ്ഥലങ്ങളിലൊന്നും കാണാത്ത, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കുറച്ചാൾ മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ട്രേഡിങ്ങിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഗാമ എക്സ്പോഷർ വെച്ചിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പ്, അല്ലെങ്കിൽ എവിടെയാണ് ബിഗ് പ്ലേയേഴ്സ് പൊസിഷൻ ഹെഡ് ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയാണ്, നമ്മളെല്ലാവരും നിഫ്റ്റി ഫ്യൂച്ചർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഒരൊറ്റ സ്ട്രെച്ചിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുക. അത് നമ്മളൊരു ബൈ പൊസിഷൻ കാര്യങ്ങളെല്ലാം എടുക്കും, ഫ്യൂച്ചറിൽ എടുക്കും. പക്ഷെ അതിന് എഗെയിൻസ്റ്റ് ഹെഡ്ജിങ് ഉണ്ടാവില്ല. പക്ഷേ ഈ ബിഗ് പ്ലേയേഴ്സ് ഒക്കെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പൊസിഷൻ, ഒരു 500 ലോട്ട് 1000 ലോട്ടൊക്കെ പൊസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ഒരു ലോങ് പൊസിഷൻ ആണ് അവർ ആഡ് ചെയ്തതെങ്കിൽ അവരൊരു കോളിൽ അവർ പൊസിഷൻ വേറെ ഓപ്പോസിറ്റ് സൈഡ് ആഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അത് പൊസിഷൻ ഹെഡ്ജ് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് നിലവിൽ അതിന് ഇവര് ഗ്രീക്ക് എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടാണ് അതിന് ഗാമ ലെവൽസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് മിക്ക സൈറ്റ്സിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഓപ്പൺ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രീക്ക് എക്സ്പോഷർ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും എവിടെയാണ് ഏറ്റവും കൂടുതൽ പൊസിഷൻസ് ഹെഡ്ജിങ് ആക്ടിവിറ്റീസ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹെഡ്ജ് ചെയ്തേക്കുന്നത്, കോള് എത്ര പൊസിഷൻ അവിടെ ഹെഡ്ജിങ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഡാറ്റ എക്സ്പോഷറിൽ, ഡെൽറ്റ എക്സ്പോഷറിൽ നമുക്ക് പുട്ടിൽ 23,900 ഇപ്പൊ ഇന്ന് വന്നേക്കുന്ന ലോ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ലോ വന്നേക്കുന്നത് 23,900 അപ്പൊ അതൊരു ഗാമ എക്സ്പോഷർ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന സെറ്റപ്പാണ്. അത് കുറച്ചുകൂടി ഡീപ്ലി പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു ഗാമ എക്സ്പോഷർ, ഡെൽറ്റ എക്സ്പോഷർ. അപ്പൊ അവിടെ നല്ല ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവിടെ ഓട്ടോമാറ്റിക് എഴുതി കഴിഞ്ഞത് പുട്ട് സപ്പോർട്ട് 23,900 എത്ര പെർസെന്റേജ് അവിടെ എക്സ്പോഷർ ഉണ്ട്, 24,000 കോൾ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഓരോ 23,990 വരെ 91 വരെ വന്നു. അതെല്ലാം നമുക്ക് ട്രേഡിംഗിൽ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ്. അതേപോലെ തന്നെ ഡെൽറ്റ ഫ്ലിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളിൽ ഒന്നാണ് ഇവർ ആഡ് ചെയ്തേക്കുന്നത്. ഞാനിപ്പോ ഇത് തുറന്നു നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം കാണാം, നമുക്കിത് ഇന്ത്യൻ മാർക്കറ്റിനേക്കാൾ കൂടുതൽ ശരിക്കും ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വർക്കിംഗ് ആവുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് ES-ലും NQ-ലും നമുക്ക് ഈ ഡാറ്റാസ് കിട്ടും. നമുക്ക് ആ ഡാറ്റയ്ക്ക് ഏകദേശം $100 ഒക്കെ നമുക്ക് എക്സ്പെൻസ് ആണ്. അത് വെച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ ബിഗ് പ്ലേയേഴ്സ് പൊസിഷൻ ഹെഡ്ജ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എക്സ്പോഷറിന്റെ കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. ഗാമ ലെവൽസിലും നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് അവർ ഏറ്റവും കൂടുതൽ പൊസിഷൻസ് ഹെഡ്ജിങ്ങിൽ കൊണ്ടുവന്നേക്കുന്നത്, ഏറ്റവും കൂടുതൽ ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പുട്ട് അത്രത്തോളം അവിടെ സെല്ലിംഗ് ആണ് നിലവിൽ വന്നേക്കുന്നത്. പുട്ട് ഓപ്ഷനിൽ ആൾക്കാർ അവിടെ സെല്ലിംഗ്, അതായത് ബിഗ് പ്ലേയേഴ്സ് അവിടെ ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്. നെഗറ്റിവിറ്റി ആണ്, പുട്ടിൽ നെഗറ്റിവിറ്റി ആണ് വന്നേക്കുന്നത്. അത്രത്തോളം ആൾക്കാർ അവിടെ സെല്ലിംഗ് വന്നിട്ടുണ്ട്. മൊത്തം ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം നെഗറ്റിവിറ്റി ആയിട്ടാണ്. കോളിൽ പക്ഷെ അത്രയും അഗ്രസീവ് ബൈയിങ് ആണെങ്കിലും അധികം രീതിയിലുള്ള റീറ്റെയിലേഴ്സ് ആയിരിക്കും മൊത്തത്തിൽ. അപ്പൊ ഇത് എവിടെയാണ് ഡീലർ പൊസിഷൻസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങളുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തി അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. പിന്നെ ഞാൻ കുറെ ഇങ്ങനെ തപ്പി നോക്കി, ഇതിൽ എവിടെയും നമുക്ക് എന്താ പറയാ വോളിയം പ്രൊഫൈലിന്റെ ടൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വോളിയം പ്രൊഫൈലിന്റെ വിസിബിൾ, നോർമലി ഉള്ള വിസിബിൾ റേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയത്. എന്നാലും നിങ്ങൾ എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുക. വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് നമുക്കൊരു നല്ല ഒരു ടൂളാണ്. ഓർഡർ ഫ്ലോനേക്കാളും ഏറ്റവും കൂടുതൽ എനിക്ക് റിസൾട്ട് തന്നേക്കുന്ന ഒരു ടൂളാണ് വോളിയം പ്രൊഫൈൽ. വോളിയം പ്രൊഫൈലിന്റെ ഓരോ ദിവസത്തെ ലെവൽസും വളരെ ആക്യുറേറ്റ് ആണ്. അതിനെയും ഇപ്പോഴത്തെ ഗാമ എക്സ്പോഷർ ലെവൽസും കൂടി നിങ്ങളൊന്ന് കമ്പാരിസൺ നടത്താൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഫ്രീ ആയിട്ട് കിട്ടുന്ന ആക്സസ് ആണ്. അതേപോലെ ഞാനിപ്പോ ഈ ഒരു വീഡിയോ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ഒരു പ്രൊഫൈൽ ഇതിൽ ഇടാൻ ഉള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഓർഡർ ഫ്ലോയിലേക്ക് വരുന്നത് 2018 ഓർഡർ ഫ്ലോനെ കുറിച്ച് പഠിക്കുന്നത്. ആ ഒരു സമയത്ത് ഓർഡർ ഫ്ലോ പഠിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നമുക്ക് പറ്റിയ കുറെ മിസ്റ്റേക്കുകളുണ്ട്. ഇപ്പോഴാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കുറെ പേര് ഓർഡർ ഫ്ലോനെ കുറിച്ചൊക്കെ പഠിച്ചു വരുന്നത്. അതേപോലെ തന്നെ ഓർഡർ ഫ്ലോ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബുക്ക് മാപ്പിലേക്ക് പോകുന്നത്. ബുക്ക് മാപ്പിനൊപ്പം തന്നെയാണ് ഈ പറയുന്ന ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഗാമ എക്സ്പോഷർ ലെവൽസ് ഒക്കെ നമുക്ക് ഈ NQ-ലും NS-ലൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ നമുക്ക് ഓർഡർ ഫ്ലോയിലെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ആ ഒരു മിസ്റ്റേക്സ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ ഈ ഒരു ഇന്റർഫേസിൽ കുറെ സൂപ്പർ ഓർഡേഴ്സ്, നമുക്ക് ഇങ്ങനെ ഓർഡേഴ്സ് പെട്ടപ്പെട്ടെന്നൊക്കെ ഓർഡർ ഇടാനുള്ള കുറെ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക് തന്നെ നമുക്കിവിടെ ഓട്ടോമാറ്റിക് വരും. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്കിവിടെ ഓർഡേഴ്സ് ഇടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഗ്രീക്സ് എക്സ്പോഷർ ആണ് ഞാൻ ഈ സൈറ്റിൽ നോക്കിയിട്ട് പുതുതായിട്ട് കണ്ടതിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം. അതേപോലെ മെസ്സേജ് ബാറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, OI ഗ്രാഫ് വരും, IV ചാർട്ട് വരും, അത്രയും കാര്യങ്ങളുണ്ട്. നമുക്ക് ഇനിയിപ്പോ ഓർഡർ ഫ്ലോയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ഫ്ലോ എടുക്കുമ്പോൾ ഇൻഡെക്സിൽ ഒരിക്കലും ഓർഡർ ഫ്ലോ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് എടുത്തിടാം.
നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്തൊരു ഫുൾ സ്ക്രീനിലേക്ക് എടുത്തിടുമ്പോഴാണ് നമുക്ക് ഓർഡർ ഫ്ലോയുടെ ഒരു ബെനിഫിറ്റ്സും മെറിറ്റ്സും ഡീമെറിറ്റ്സും കാര്യങ്ങളെല്ലാം മനസ്സിലാകാൻ പറ്റുന്നത് ഈ ഒരു ഇതിലാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്, ഓർഡർ ഫ്ലോയില് നമ്മളെല്ലാവരും പഠിച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓർഡർ ഫ്ലോയില് നമുക്ക് വരുന്ന 2 രീതിയിലുള്ള ഓർഡേഴ്സ് ആണ് നമുക്ക് ഓർഡർ ഫ്ലോയിൽ വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. എന്തെല്ലാം ടൈപ്സ് ഓർഡേഴ്സ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഓർഡർ ഫ്ലോയുടെ ഒരു മെറിറ്റ്സ് എന്താണ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അത് ആദ്യമേ തന്നെ പറയാം, ഓർഡർ ഫ്ലോ കണ്ടിട്ട് ഇപ്പോൾ ഒരു ബിഗ് പ്ലെയറുടെ ഓർഡർ കണ്ടിട്ട് നമുക്ക് പൊസിഷൻ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒത്തിരി ആൾക്കാർ ഓർഡർ ഫ്ലോയിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഇതിന്റെ ഡീമെറിറ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഡീമെറിറ്റ് മനസ്സിലാക്കിയിട്ട് വേണം ഓർഡർ ഫ്ലോയ്ക്ക്. ഒരിക്കലും ഓർഡർ ഫ്ലോനെ ഒറ്റ രീതിയിൽ സ്ട്രെച്ചിൽ നിങ്ങൾ അത് മാത്രമായിട്ട് കണ്ടുകൊണ്ട് അതിലെ ഓർഡറുകൾ കണ്ടുകൊണ്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. അതിനെ ക്ലബ് ചെയ്ത് വോളിയം പ്രൊഫൈൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലിക്വിഡിറ്റിയുടെ ലൈവ് ലിക്വിഡിറ്റി ബുക്ക് മാപ്പ് ഇല്ല, ഫോറക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബുക്ക് മാപ്പും ഉൾപ്പെടുത്തുക. അതേപോലെ നേരത്തെ കണ്ടേക്ക ഗാമ എക്സ്പോഷറും ഗാമ ലെവൽസും ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ട്രേഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമുക്ക് ഡാറ്റ വാങ്ങിക്കുന്നതിനൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ ഈ ഒരു കുറെ പേരുടെ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ കണ്ടു, ദന്നിൽ ഫ്രീ ആയിട്ട് വരുന്നത് കണ്ടു. അപ്പോൾ കുറെ പേര് അതിന്റെ അടിയിൽ കമന്റ് ഇട്ടേക്കുന്നത് കണ്ടു. ഒരാൾ പോസ്റ്റ് ചെയ്തതിനിടയിൽ നമുക്ക് ഓർഡർ ഫ്ലോ വെറുതെ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഉണ്ട്. കുറെ പേര് അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടു. അപ്പൊ ഇതിന്റെ ഒരു കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ട്, മെറിറ്റ്സും ഉണ്ട്. നമുക്ക് 2 ടൈപ്പ് ഓർഡേഴ്സ് ആണ് നിലവിലുള്ളത്. ഒന്ന് പാസീവ് ഓർഡേഴ്സ് അഥവാ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഓർഡേഴ്സും, അതുപോലെ തന്നെ മറ്റൊന്ന് അഗ്രസീവ് ഓർഡേഴ്സും. നമുക്ക് ലിക്വിഡിറ്റി ഓർഡേഴ്സ് നമുക്ക് ബുക്ക് മാപ്പിലാണ് നമുക്ക് ആ ഒരു ഓർഡേഴ്സ് കാര്യങ്ങൾ കിട്ടുക. അത് നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഫോറക്സിൽ നമുക്ക് ഗോൾഡ് എല്ലാ ഇതിലും പേഴ്സിലും അവൈലബിൾ ആണ്. US റിലേറ്റഡ് ആയിട്ടുള്ള USD റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സ് അവൈലബിൾ. നമുക്ക് ഈ കാണുന്നതാണ് നമുക്ക് ബുക്ക് മാപ്പിലെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, അഥവാ പെൻഡിങ് ഓർഡേഴ്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഒരു കാര്യം, ഈ ഓർഡർ ഫ്ലോ ആയിട്ട് ക്ലബ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഡീമെറിറ്റിലേക്ക് ആദ്യം ഒന്ന് കടന്നിട്ട് ആ ഒരു സബ്ജക്റ്റിലേക്ക് വരാം. ഡീമെറിറ്റ് നേരത്തെ പറഞ്ഞു. ഓർഡർ ഫ്ലോയുടെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഓർഡർ ഫ്ലോയിൽ അഗ്രസീവ് ആയിട്ടുള്ള ഓർഡറുകൾ മാത്രമേ, അഥവാ മാർക്കറ്റ് ഓർഡറുകൾ മാത്രമേ ഈ പറയുന്ന ഓർഡർ ഫ്ലോയിൽ കാണിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക്. ഇനിയിപ്പോ നമ്മൾ എല്ലാവരും പഠിച്ചു വരയ്ക്കുന്നത് ഈ റൈറ്റ് സൈഡ് ആണ് ബയ്യർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരും ഒട്ടുമിക്ക ഇതിലും വീഡിയോസും കണ്ടന്റ് എല്ലാം റൈറ്റ് സൈഡ് ആണ് ബയ്യർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് വന്നേക്കുന്ന ഒരു നമ്മളെല്ലാവരും പെട്ടുപോകുന്ന, ഞാനൊക്കെ പെട്ടുപോയിട്ടുള്ള ഒരു കാര്യം, പണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറവായിരുന്നു. നമുക്ക് ഓർഡർ ഫ്ലോ ഒന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ആ ഒരു സമയത്തൊക്കെ 2018 വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ തന്നെ ആ ഒരു ട്രാപ്പ് അവിടെ നടന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ഓർക്കുക, റൈറ്റ് സൈഡ് ആണ് ബയ്യർ ആയിട്ട് കാണിക്കുക എന്ന് പറയും. നമ്മൾ റൈറ്റ് സൈഡ് ഈ കാണുന്നതാണ് ബയ്യർ ആയിട്ട് ആക്ട് ചെയ്തത്. ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡിലെ ബയ്യർ ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് സെല്ലറായിട്ട് മാറുന്ന ഒരു പ്രതിഭാസമുണ്ട്. ആ ഒരു ആക്ടിവിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മൾ ഓർഡർ ഫ്ലോയിലേക്ക് പോയാൽ ഉറപ്പായിട്ടും ഫെയിൽ ആയി പോകും. ആദ്യമേ തന്നെ പറയാം, ഞാനൊക്കെ നിഫ്റ്റിയിൽ 2500 ലോട്ടൊക്കെ കാണുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. 2500 ലോട്ടൊക്കെ ഇതേപോലെ കാണും, തൊട്ടപ്പുറത്ത് ഒരു സീറോ കാണും. അപ്പൊ എന്റെ വിചാരം എന്താ, നമ്മൾ റൈറ്റ് സൈഡുള്ള ബയർ എന്ന് പറഞ്ഞ് പഠിച്ചേക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരെ പോയി ഓപ്ഷൻസിൽ കോൾ ഓപ്ഷനിൽ പൊസിഷൻ എടുക്കും. പക്ഷെ മാർക്കറ്റ് നേരെ കുത്തനെ താഴത്തേക്ക് വരുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെയൊക്കെ നല്ലൊരു എമൗണ്ട് ഒക്കെ ആ ഒരു സമയത്തൊക്കെ പോയിരുന്നു. ഇനി ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 2 ടൈപ്പ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞു. ഒന്ന് ലിക്വിഡിറ്റി ഉള്ള ഓർഡേഴ്സ്, അതേപോലെ തന്നെ അഗ്രസീവ് ഓർഡേഴ്സ്. ഇനിയിപ്പോ പെൻഡിങ് ഓർഡേഴ്സ് ഒരു 10,000 ലോട്ട് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ലിക്വിഡിറ്റീസ് ഉണ്ട്, അത് പെൻഡിങ് ഓർഡേഴ്സ് അവർ പാസീവ് ഓർഡേഴ്സ് ആണ്. അവരവിടെ വെയിറ്റ് ചെയ്യും, ആ പ്രൈസ് അവിടെ എത്തുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ പ്രൈസ് ഇങ്ങനെ ലിക്വിഡിറ്റി കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് ഓർഡറിൽ കുറച്ച് ആൾക്കാർ വന്നു, ഇവിടെ സെല്ലിങ് കിടക്കുന്ന ഇതായിരിക്കും. ഇവിടെ പെട്ടെന്ന് തന്നെ വന്ന് ബൈ ചെയ്യും. ഈ അഗ്രസീവ് ഓർഡേഴ്സ് ഈ ലിക്വിഡിറ്റി കണ്ട് പെട്ടെന്ന് തന്നെ ബൈ ചെയ്യും. ആ ഒരു സമയത്ത് നമുക്ക് ഈ റൈറ്റ് സൈഡ് കാണുന്ന ബയർ ലിക്വിഡിറ്റിയിൽ ഹിറ്റ് ചെയ്തിട്ട് വാങ്ങിക്കുന്ന ഓർഡർ ഫ്ലോയിൽ നേരെ തിരിച്ചായിരിക്കും വരിക. ഇവിടെ കാണിക്കുന്ന 10,000 നേരെ തിരിച്ച് സെല്ലറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനൊക്കെ വിചാരിച്ചു, എന്താ അന്നത്തെ സമയത്തൊക്കെ റൈറ്റ് സൈഡ് ബയർ സെല്ലർ എന്നൊക്കെയാണ് പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നല്ല ലോസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഏകദേശം ഇപ്പൊ ഇവിടെ ഡിജിറ്റ് 0 ആയിട്ട് വന്നിരുന്നുണ്ട്. അത്രയും ആക്ടിവിറ്റീസ് അവിടെ സെല്ലർ പൊസിഷൻ ആഡ് ചെയ്തേക്കാന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇതൊരിക്കലും ബയർ ആയിട്ടല്ല. ആ ഒരു ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് നല്ല സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് പോവുകയായിരുന്നു. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. മാർക്കറ്റ് അത് ഇനിയിപ്പോ എന്തായാലും ഇതൊരു ബ്രേക്ക് ചെയ്യാൻ തന്നെ ഇവിടെ കുറെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ആ ഒരു സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാൻ തന്നെ നല്ല ടഫ് ആയിരിക്കും. ഇനി നല്ല സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ മാത്രമേ അവിടെ നിൽക്കുള്ളൂ. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ഓർഡറുകൾ നല്ല രീതിയിൽ നോക്കാൻ പഠിച്ചാൽ, ഓർഡറുകൾ റീഡ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ഓർഡർ ഫ്ലോ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഒരിക്കലും ഓർഡർ ഫ്ലോ മാത്രമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് അതിൽ സക്സസ് ആവാൻ ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഓർഡർ ഫ്ലോയോടൊപ്പം നിങ്ങൾ വോളിയം പ്രൊഫൈലും ഉപയോഗിക്കുക. ഇൻ കേസ് നിങ്ങൾ മറ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ഉള്ള ബുക്ക് മാപ്പ് പോലത്തുള്ള സോഫ്റ്റ്വെയർസ് ലിക്വിഡിറ്റീസ് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് ബുക്ക് മാപ്പിലാണ് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, നമുക്ക് ഐസ്ബർഗ് ഓർഡേഴ്സ്, അബ്സോർഷൻ ആയോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫോറക്സിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ സോഫ്റ്റ്വെയർ നോക്കിയപ്പോൾ ഡെൽറ്റ എക്സ്പോഷർ എന്നൊക്കെ പറയുന്നത് നല്ല അടിപൊളി, നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് ഓപ്ഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കമ്പാരിസോ അല്ലെങ്കിൽ എവിടെയാണ് സപ്പോർട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്നൊക്കെ മനസ്സിലാക്കി സ്കാൽപ്പ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടൂളാണ്. പിന്നെ നമുക്കിപ്പോൾ ഇതിലെ ഡെൽറ്റ അങ്ങനെയുള്ള പോയിന്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതൊക്കെ നിങ്ങൾ ഒന്നുകൂടി പഠിക്കാം. എന്താണ് ഡെൽറ്റ, ബയറും സെല്ലും തമ്മിൽ ഡിഫറൻസ് പറയുന്ന പേരാണ് ഡെൽറ്റ. ഇവിടെ അത് ക്യുമുലേറ്റീവ് ഡെൽറ്റ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്ത സമയം മുതൽ ഈ ഒരു സമയം വരെയുള്ള ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഡിഫറൻസിന് പറയുന്ന പേരാണ് ക്യുമുലേറ്റീവ് ഡെൽറ്റ. ഇവിടെ 173K നെഗറ്റിവിറ്റി ആണോ ഉള്ളത്. ഡെൽറ്റ എന്ന് പറയുന്നത് ആ ക്യാൻഡിൽ നടക്കുന്ന വോളിയത്തിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. നിലവിൽ ടിക്ക് ഡാറ്റ വെച്ചിട്ടാണ് ഓർഡർ ഫ്ലോ കാര്യങ്ങളെല്ലാം റൺ ചെയ്യുന്നത്. അപ്പോൾ ഓർഡർ ഫ്ലോയുടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഓർഡർ ഫ്ലോ കിട്ടിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവണമെന്നില്ല. അതിനോടൊപ്പം തന്നെ വോളിയം പ്രൊഫൈല്, ബുക്ക് മാപ്പ്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ഞാൻ ഇപ്പോഴാണ് നമുക്കത് പുറത്തൊക്കെ നല്ല എക്സ്പെൻസ് ഉള്ള കോസ്റ്റ് ഉള്ള സംഭവം കൂടിയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ടല്ല, ഇത് ഡെൽറ്റ എക്സ്പോഷർ എന്ന് പറയും അല്ലെങ്കിൽ ഗാമ എക്സ്പോഷർ എന്ന് പറയും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിച്ചാൽ തന്നെ ഒരു പരിധി വരെ നിങ്ങളുടെ ലോസിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉപകരിക്കും. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന രീതിയിൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആണ് നമ്മൾ കുറെ നാളെ നമ്മളിങ്ങനെ ഒരു ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഫോളോ ചെയ്യുക. ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ ബുക്ക് മാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമുക്ക് ഈ പറയുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ചാനലിലും ജോയിൻ ചെയ്യുക. ബൈ.